ഹരിയോ 99 സ്തുതി ബ്രഹ്മോപദേശം. ഇത് ഭാഗവതത്തിൽ 12 സ്കന്ധം 5 അധ്യായം 1 മുതൽ 13 വരെ ശ്ലോകങ്ങൾ. അനുഭവസമ്പന്നനായ ഉത്തമ ഗുരു നല്ല ശിഷ്യന് നൽകേണ്ടുന്ന പരമമായ ജ്ഞാനമാണ് ബ്രഹ്മോപദേശത്തിൽ ശുകബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനെ തത്വമസി എന്ന മഹാവാക്യമാണ് ഏറ്റവും ഒടുവിൽ ഉപദേശിച്ചത്. ഈ ഉപദേശം കിട്ടിയതോടെ പരീക്ഷിത്തിൻ്റെ മരണഭയം തീർന്നു. നിസ്സംഗനായി ഉത്തമ യോഗീന്ദ്രനായി സ്ഥിതി ചെയ്തു. ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നത് കേൾക്കാം. ശ്രീശുക ഉവാച അത്രാനുവർണ്യതേ ഭീഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരിഃ യസ്യ പ്രസാദജോ ബ്രഹ്മ രുദ്രക്രോധസമുദ്ഭവഃ ത്വം തുരാജന്മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാത പ്രാഗഭൂതോദ്യ ദേഹവത്വം നങ്ക്ഷ്യസി ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവദ്ദേഹാദേർവ്യതിരിക്തോ യഥാനലാ സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാധ്യാത്മനഃ സ്വയം യസ്മാത് പശ്യതി ദേഹസ്യ തഥാ ആത്മാ ഹ്യജോമര ഘടേ ഭിന്നേ യഥാകാശ ആകാശസ്യാദ് യഥാ പുര ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മസമ്പദ്യതേ പുനഃ മനഃസൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മനഃ തന്മനഃസൃജതേ മായാ തതോ ജീവസ്യ സംസൃതി സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയത്തെ തതോ ദീപസ്യ ദീപത്വം ഏവം ദേഹകൃതോ ഭവ രജസത്വതമോവൃത്യ ജയതേധ വിനശ്യതി ന തത്രാത്മാ സ്വയം ജ്യോതിർയോ വ്യക്താവ്യക്തയോ പരാ ആകാശൈവ ചാധാരോ ധ്രുവോനന്ദോപമസ്തദ ഏവമാത്മാനമാത്മസ്ഥം ആത്മനൈവാമൃശ പ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യാ വാസുദേവാനുചിന്തയ ചോദിതോ വിപ്രവാക്യേന ന ത്വാം ധക്ഷ്യതി തക്ഷകാ മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാധായ നിഷ്കളേ. ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനേ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനാ ഏതത്തേ കഥിതം താതാ യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർവിശ്വാത്മനശ്ചേഷ്ടാതുമിച്ഛസി. ശുകബ്രഹ്മർഷി പറയുകയാണ്, രാജാവേ, അങ്ങ് ജനിച്ചിട്ടില്ല എന്നിരിക്കെ അങ്ങ് എങ്ങനെ മരിക്കും? ജനിച്ചത് ദേഹമാണ്. അത് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ നശിക്കുകയും ചെയ്യും. ആത്മാവിന് നാശമില്ല. ആത്മാവ് നിത്യനും നാശമില്ലാത്തവനും സർവവ്യാപിയുമായ സത്യവസ്തുവാണ്. അപ്രകാരമുള്ള അങ്ങ് ജനനമരണരഹിതമായ ബ്രഹ്മം തന്നെ. അത് കേവല ബ്രഹ്മമായി നിലനിൽക്കും. മുനികുമാരൻ്റെ ശാപപ്രേരിതനായ തക്ഷകൻ അങ്ങയെ ദഹിപ്പിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ സർവേശ്വര സ്വരൂപത്തോടു കൂടി അങ്ങയെ ദഹിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഞാൻ പരബ്രഹ്മം തന്നെ, പരമപ്രാപ്യമായ ബ്രഹ്മം ഞാൻ തന്നെ എന്ന് ഉറപ്പിക്കുക. ഉദാഹരണമായി
എണ്ണ, തിരി എന്നീ ഉപാധികൾ ഉണ്ടെങ്കിൽ ദീപനാളം പ്രകാശിക്കും. എണ്ണ ഇല്ലാതായാൽ, കത്തിക്കഴിഞ്ഞാൽ തിരി കെട്ടുപോകും. കെട്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തിരി കെട്ടു എന്നാൽ തിരിയാകുന്ന ഉപാധിയിലൂടെ പ്രകടമായ വെഷ്ടിപ്രകാശം ഉപാധി നശിക്കുന്നതോടെ സമഷ്ടി തേജസ് തത്വത്തിൽ ലയിക്കുന്നു. ഇതുപോലെ ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം മുതലായ ഉപാധികളിലൂടെ വിശേഷാൽ പ്രകടമാകുന്ന ജീവാത്മതത്വം ഉപാധികൾ നശിക്കുന്നതോടെ പരമാത്മതത്വത്തിൽ ലയിക്കുന്നു. ജീവാത്മതത്വം പരമാത്മതത്വത്തിൽ നിന്ന് ഭിന്നമായിരുന്നില്ല, ആയിരുന്നതുപോലെ തോന്നി. ഉപാധിനാശത്തോടെ ആ തോന്നൽ അവസാനിച്ചു, അത്രമാത്രം. തത് ത്വം അസി, തത്വമസി, പരമാത്മാവ് ജീവാത്മാവായ നീ തന്നെ. അങ്ങക്ക് എല്ലാവിധത്തിലും മംഗളം ഭവിക്കട്ടെ. ഇപ്രകാരം പറഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ച ശേഷം ശ്രീശുകൻ നാരദാദി യോഗീശ്വരന്മാരോടുകൂടി അവിടെ നിന്ന് പോയി. പരീക്ഷിത്ത് ബ്രഹ്മധ്യാനം ചെയ്ത് സായുജ്യമുക്തി പ്രാപിക്കുകയും ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ.